ശുദ്ധ ഊർജ രംഗത്ത് ഇന്ത്യയുടെ ചരിത്ര നേട്ടമായി ലോകത്തിലെ തന്നെ ആദ്യ ന്യൂക്ലിയർ ഹൈഡ്രജൻ CUCI പ്ലാന്റ് കൽപ്പാക്കത്ത് സജ്ജമാക്കിയിരിക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ശുദ്ധ ഊർജ മേഖലയിലെ നിർണായക നാഴികക്കല്ലായി ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ പ്രോസസ് ഹീറ്റ് ഉപയോഗിച്ചുള്ള കോപ്പർ ക്ലോറിൻ അഥവാ CUCL തെർമോകെമിക്കൽ ഹൈഡ്രജൻ ഉൽപാദന കേന്ദ്രം തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സാങ്കേതിക പ്രദർശന കേന്ദ്രം ആണവോർജം ഉപയോഗിച്ച് കാർബൺ രഹിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ സംവിധാനമെന്ന പ്രത്യേകത സ്വന്തമാക്കി. ആണവോർജ വകുപ്പിന് കീഴിലുള്ള ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ, ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് എന്നിവ സംയുക്തമായാണ് ഈ പദ്ധതി വികസിപ്പിച്ചത്. കൽപ്പാക്കത്തെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടറിൽ നിന്നുള്ള ഉയർന്ന താപനിലയിലുള്ള പ്രോസസ് ഹീറ്റ് ഉപയോഗിച്ചാണ് ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. പരമ്പരാഗതമായി വൈദ്യുതിയോ ഫോസിൽ ഇന്ധനമോ ഉപയോഗിക്കുന്നതിനു പകരം നേരിട്ട് ആണവ റിയാക്ടറിലെ താപോർജം വിനിയോഗപ്പെടുത്തുന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത. ഹൈഡ്രജൻ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ സൈക്കിൾ പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തതാണ്. മുംബൈയിലെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞരാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. ഉയർന്ന താപനിലയിൽ വിവിധ രാസപ്രവർത്തനങ്ങളിലൂടെ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കുന്ന രീതിയാണിത്. ഉൽപാദന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളൽ ഏതാണ്ട് 0 പരിസ്ഥിതി സൗഹൃദ ഇന്ധന ഉൽപാദന രീതിയായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഗ്രീൻ ഹൈഡ്രജനെ ഭാവിയുടെ ഇന്ധനമായാണ് ലോകം കാണുന്നത്. എന്നാൽ നിലവിൽ ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജന്റെ വലിയൊരു പങ്കും പ്രകൃതിവാതകത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ പ്രക്രിയയിൽ വലിയ തോതിൽ കാർബൺ പുറന്തള്ളപ്പെടുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ആണവോർജത്തിന്റെ സഹായത്തോടെ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ കാർബൺ രഹിത വ്യാവസായിക ഇന്ധനത്തിലേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്റ്റീൽ, വളം, റിഫൈനറി, രാസവ്യവസായം, ചരക്ക് ഗതാഗതം തുടങ്ങിയ മേഖലകളിലെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ ഭാവിയിൽ ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈഡ്രജൻ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കൽപ്പാക്കത്തെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടറിലെ 4 പതിറ്റാണ്ടിലേറെ നീണ്ട ഗവേഷണ പ്രവർത്തന പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ നൂതന ആണവ ഗവേഷണ പദ്ധതികളുടെ മറ്റൊരു സുപ്രധാന നേട്ടമായാണ് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനും ആണവോർജ വകുപ്പ് സെക്രട്ടറിയുമായ ഡോക്ടർ അജിത് കുമാർ മൊഹന്തി പറയുന്നത് ഈ നേട്ടം ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും ദീർഘകാല പരിശ്രമത്തിന്റെ ഫലമാണെന്നാണ്. നൂതന ആണവ സാങ്കേതിക വിദ്യയിലും ശുദ്ധ ഊർജ രംഗത്തും ഇന്ത്യയുടെ ശേഷി തെളിയിക്കുന്ന നേട്ടമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. IGCAR ഡയറക്ടർ ശ്രീകുമാർ ജി പിള്ളയുടെ അഭിപ്രായത്തിൽ ആണവ റിയാക്ടറിലെ പ്രോസസ് ഹീറ്റ് ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉൽപാദനം വിജയകരമായി സാധ്യമാക്കിയതിലൂടെ ഇന്ത്യയുടെ ദീർഘകാല ഊർജ സുരക്ഷയ്ക്കും ശുദ്ധ ഊർജ പരിവർത്തനത്തിനും പുതിയ വഴിയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അതേസമയം കൽപ്പാക്കത്തെ പ്ലാന്റ് നിലവിലൊരു സാങ്കേതിക പ്രദർശന കേന്ദ്രം അഥവാ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ മാത്രമാണ്. വ്യാവസായിക തലത്തിൽ ഹൈഡ്രജൻ ഉൽപാദനം ആരംഭിക്കാൻ കൂടുതൽ എഞ്ചിനീയറിംഗ് വികസനവും സാമ്പത്തിക നിക്ഷേപവും ആവശ്യമാണ്. ഇന്ത്യയുടെ 500 മെഗാവാട്ട് ശേഷിയുള്ള പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉൾപ്പെടെയുള്ള വലിയ ആണവ നിലയങ്ങളുമായി ഈ സാങ്കേതിക വിദ്യ സംയോജിപ്പിക്കാനായാൽ മാത്രമേ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനം സാധ്യമാകൂ. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സാങ്കേതിക വിദ്യ വിജയകരമായി തെളിയിച്ചെങ്കിലും വലിയ തോതിൽ ഉൽപാദനം നടത്തുന്നതിനുള്ള സാമ്പത്തിക സാധ്യതകളും പ്രവർത്തന ചെലവും ഇനിയും വിലയിരുത്തപ്പെടേണ്ടതായുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനത്തിന് നിലവിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈസർ സാങ്കേതിക വിദ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയർ അധിഷ്ഠിത ഹൈഡ്രജൻ എത്രത്തോളം മത്സരക്ഷമമാകുമെന്നതും നിർണായകമാണ്. ലോകം ശുദ്ധ ഊർജത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ ആണവോർജവും ഹൈഡ്രജനും സംയോജിപ്പിച്ചുള്ള പുതിയ മാതൃക ഇന്ത്യക്ക് വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനും ഈ സാങ്കേതിക വിദ്യ ഭാവിയിൽ നിർണായകമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പൈലറ്റ് പദ്ധതിയിൽ നിന്ന് വാണിജ്യ ഉൽപാദനത്തിലേക്ക് എത്ര വേഗത്തിൽ ഇന്ത്യക്ക് മുന്നേറാനാകുമെന്നതാകും ഇനി നിർണായകം. അതിനായി നയപരമായ പിന്തുണയും കൂടുതൽ നിക്ഷേപവും ആവശ്യമായിരിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതി വിജയകരമായി വ്യാപിപ്പിക്കാനായാൽ ശുദ്ധ ഹൈഡ്രജൻ ഉൽപാദന രംഗത്ത് ലോകത്തിന് മാതൃകയാകുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.